അനശ്വരനായ ശ്രീ പി പത്മരാജൻ, അദ്ദേഹത്തിൻ്റെ ഗ്രാമക്കാരനാണ് ഞാൻ, മുതുകുളംകാരനാണ്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് എനിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിവസം ജനുവരി 23 അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം. 2024 ജനുവരി 23 കരുനാഗപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണം സാധാരണ എങ്ങനെയാണ് പ്രഭാഷണം നടത്തേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി അതിൻ്റെ ഒരു പകുതി ഭാഗം 45 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമയും സാഹിത്യവും പറയുകയും ബാക്കി 45 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് പറയുകയും ചെയ്യാമെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ പറഞ്ഞു. അതിൽ നിന്നും ഒരു പാട്ടിൻ്റെ ഭാഗം ആ സംഘാടക സമിതിയിലെ ഒരു സുഹൃത്ത് മുറിച്ച് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലിടുകയും അത് വളരെ വൈറലാവുകയും തുടർന്ന് ഇങ്ങനെയൊരു മേഖലയിൽ തുടരണം എന്ന് ആവശ്യപ്പെടുകയും ധാരാളം പേർ ആവശ്യപ്പെടുകയും അങ്ങനെ ഞാൻ ഈ പാട്ടിൻ്റെ പ്രഭാഷണങ്ങൾ തുടരുകയുമായിരുന്നു. അതായത് ഇന്നിപ്പോൾ പത്മരാജൻ സാറിനെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലാണ് ചേർത്താണ് പത്മരാജ സന്ധ്യയാണ് നടത്താൻ പോകുന്നത്. ഇന്ന് 2024 ജനുവരി 23 ആരംഭിച്ച പാട്ടുവഴിയോരം ഇന്ന് 100K, അതായത് 1,00,000 ഫോളോവേഴ്സുള്ള ഒരു ചാനലായി മാറിയിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതുപോലെ 1,00,000 100K എന്ന് പറയുമ്പോൾ ഇതുമൊരു 100 വർഷമാണ്. 1925 ഡിസംബർ, കൃത്യമായി പറഞ്ഞാൽ 21 നാളെ രജിസ്റ്റർ ചെയ്ത എറണാകുളം കരയോഗം, അതിൻ്റെയും 100 വർഷത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഇങ്ങനെയൊരു പരിപാടി നിങ്ങളോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരപൂർവത, അതും വലിയൊരു സന്തോഷമാണ്. പിന്നെ എറണാകുളം കരയോഗത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലടക്കം വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കരയോഗം, എൻ്റെ കസിൻ ബ്രദറാണ് ശ്രീ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഈ കരയോഗത്തിലൊരു അംഗം കൂടിയാണ് എന്നുള്ളത് വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത്. ഇവിടെ വെച്ചായിരുന്നു, TDM ഹാളിൽ വെച്ചായിരുന്നു. അപ്പോൾ 6 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിനും ഞാൻ ഇവിടെ തന്നെ വന്നിരുന്നു. അതും ഒരു സന്തോഷം. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുടെ ഒരു ദിവസം. 100ൻ്റെ നിറവില്ല, ആ 100ൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ പത്മരാജ സന്ധ്യ ആരംഭിക്കുന്നത്. പത്മരാജൻ ആരായിരുന്നു? ഇതൊക്കെ വിശദീകരിക്കാൻ പോയാൽ പത്മരാജനെക്കുറിച്ച് തന്നെ അനേകം സമയം നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സവിശേഷതകളൊക്കെ. ഇപ്പോൾ 69 വയസ്സിൽ നമ്മളെ വിട്ടുപോയ ശ്രീനിവാസൻ സാറിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പോകാനുള്ള സമയമായില്ല, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു 3 ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്ന്. 45 വയസ്സിലാണ് പത്മരാജൻ നമ്മളെ വിട്ടുപോകുന്നത്. വെറും 45 വയസ്സ്. ഒന്നാലോചിച്ച് നോക്കണം. 19 വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ കഥ എഴുതുന്നത്, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തു വരുന്നത്. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് 1965. തുടർന്ന് വെറും ഒരു ചെറിയ സമയപരിധി, ആ സമയപരിധിക്കുള്ളിൽ 150-ലേറെ കഥകൾ, 36 തിരക്കഥകൾ, 14 നോവൽ, ഒരു കവിത, ഇങ്ങനെ അനേകം. ഒരു മനുഷ്യായുസ്സിന് ഇതുപോലെ ഇത്രയും സംഭാവന ചെയ്ത മറ്റൊരു ജീനിയസ് ഇല്ല. പത്മരാജൻ സാറിൻ്റെ കൃതികളെയും സിനിമകളെയും അത് കാലത്തിന് മുമ്പേ പറന്നവയാണ്. നിങ്ങൾക്കറിയാം, പത്മരാജൻ സാറ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ എടുക്കുമ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. പത്മരാജൻ സാറ് പറന്ന് എന്ന സിനിമ എടുക്കുമ്പോൾ കേരളത്തിൽ ബ്യൂട്ടി പാർലറുകൾ ഉണ്ടായിരുന്നില്ല. പത്മരാജൻ സാറ് പ്രതിമയും രാജകുമാരിയും എന്ന നോവൽ എഴുതുമ്പോൾ കേരളത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ജീവിതത്തെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംഘപ്പൊരുൾ എന്ന് പറയുന്ന കഥ വായിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇങ്ങനെ കാലത്തിന് എത്രയോ മുമ്പ് സഞ്ചരിച്ചയാളാണ് പത്മരാജൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയും നോവലും സിനിമയും ജീവിതവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, വിസ്മയിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളും അങ്ങനെയാണ്. അപ്പം ഞാൻ വളരെ കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളും നോക്കി. അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് 1975-ലാണ്. 17 പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 17 പാട്ടിൻ്റെയും ആദ്യം അതിൻ്റെ വ്യാഖ്യാനങ്ങളോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ നിന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാമെന്ന് കരുതിയത്. 1975 പ്രയാണം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പത്മരാജൻ, ഭരതൻ സംവിധാനവും പത്മരാജൻ കഥ, തിരക്കഥ, സംഭാഷണവുമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിൽ പാട്ടെഴുതിയത് 5 പാട്ടായിരുന്നു. ആ സിനിമയിൽ 3 പാട്ടെഴുതിയത് സാക്ഷാൽ വയലാർ രാമവർമ്മയാണ്. ഒരു പാട്ട് ബിച്ചു തിരുമലയും ഒരു പാട്ട് യതീന്ദ്രദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമാണ് എഴുതിയത്. അന്ന് തുടങ്ങിയ പത്മരാജൻ സിനിമകളിൽ അന്ന് തുടങ്ങിയ പാട്ടിൻ്റെ യാത്രയാണ്. പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് കുറച്ച് മുമ്പ് എണ്ണി നോക്കി. ഒരു 50ഓളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്നു. അതിൽ തന്നെ ഒരു 28 പാട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു 28 പാട്ടുണ്ട്. ഞാൻ ആ പാട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം, കാരണം എല്ലാ പാട്ടും ഇവിടെ പാടുന്നില്ല. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ് ഇതാ ഇവിടെ വരെ. അതിൽ യൂസഫ് അലി കേച്ചേരിയും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. അതിൽ വെണ്ണയോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ എന്നുള്ള പാട്ട്, അതുപോലെ എന്തോ ഏതോ എങ്ങിനെയോ എൻ്റെ മനസ്സിനൊരാലസ്യം എന്ന് പറയുന്ന പാട്ട്, ഇത് രണ്ടും അതിലെ പാട്ടാണ്. 3ാമത്തെ സിനിമ രതി നിർവേദം 1978 കാവാലം നാരായണപ്പണിക്കരും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. അതിലെ പാട്ട് ഇവിടെ പാടുന്നുണ്ട്. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി എന്ന് പറയുന്ന പാട്ട്, അതുപോലെ തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്ന് പറയുന്ന പാട്ട്. 4ാമത്തെ സിനിമ വാടകയ്ക്കൊരു ഹൃദയമായിരുന്നു. അതിലും കാവാലം നാരായണപ്പണിക്കരും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്നുപോലുള്ള മനസ്സ് എന്നുള്ള പാട്ട് അതിമനോഹരമായ പാട്ടാണ്. പൂവാങ്കുഴലിയൊക്കെ പ്രയോഗിക്കുന്നത് കാവാലൻ സാറിനെ പറ്റുള്ളൂ. അങ്ങനെ മനോഹരമായ പാട്ട്. 5, 6, 7, 8 സിനിമകളിൽ പാട്ടുണ്ടായിരുന്നില്ല. 9ാമത്തെ സിനിമ തകര. അതിൽ MG രാധാകൃഷ്ണൻ, പൂവച്ചൽ ഖാദർ, പശ്ചാത്തല സംഗീതം ജോൺസൺ മാസ്റ്റർ. അതിൽ 2 പാട്ട്, മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട് ഇവിടെ പാടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്. കുടയോളം ഭൂമി, കുടയോളം ഭൂമി കുടത്തോളം കുളിര്, കുളിരാം കുരുന്നിലെ ചൂട്, നുരയിടും പതയിടും നുര തിരമാലം പെണ്ണിൻ്റെ ചേല് എന്ന് പറയുന്ന പാട്ട് അതീവ രസകരമാണ്. പൂച്ചൽ ഖാദറാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ സിനിമയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി. അതിൽ 2 പാട്ടാണ് പ്രധാനപ്പെട്ടത്. ആ 2 പാട്ടും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ, MD രാജേന്ദ്രൻ സാറിൻ്റെ രചന, അതുപോലെ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്. അതിലെ വിഖ്യാതമായ ആ പാട്ട് എന്തായാലും ഇവിടെ പാടുന്നുണ്ട്. ഹിമശൈല സൈകത ഭൂമിയിൽ ഇന്നു നീ പ്രണയപ്രവാഹമായി വന്നു എന്ന് പറയുന്ന പാട്ട്. പിന്നീട് കൂടെവിടെ, 17ാമത്തെ സിനിമയായിരുന്നു കൂടെവിടെ. ആ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഗുരു പാട്ടെഴുതാൻ തുടങ്ങി. അതുവരെ അദ്ദേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ ONV കുറുപ്പ് സാർ ആദ്യമായി പത്മരാജൻ്റെ സിനിമയിൽ പാട്ടെഴുതുന്നത് ഈ 17ാമത്തെ സിനിമയിലാണ്. കൂടെവിടെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, ആടിവാ കാറ്റേ എന്നുള്ള പാട്ടും പൊന്നുരുകും പൂക്കാലം എന്നുള്ള പാട്ടും, ഇത് 2ഉം. അതിലൊരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 2 പാട്ടും പാടുന്നുണ്ട്. 20ാമത്തെ സിനിമ കാണാമറയത്ത്, ബിച്ചു തിരുമലയുടെ രചന, ശ്യാം സംഗീതം, ഗുണസിംഗിൻ്റെ പശ്ചാത്തല സംഗീതം. അതിൽ കസ്തൂരി മാൻ കുരുന്നേ എന്ന് പറയുന്ന പാട്ട്, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ എന്ന് പറയുന്ന 2 പാട്ട്. 23ാമത്തെ പാട്ട് ഒഴിവുകാലം. അന്നൊരു പുതിയ ഗാനരചയിതാവിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭരതൻ സാറായിരുന്നു അതിൻ്റെ സംവിധാനം. അതിലാണ് K. ജയകുമാർ എന്ന് പറയുന്ന കളക്ടറും ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായ K. ജയകുമാർ സാർ വരുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സിനിമയിൽ ഒരു പാട്ട് അദ്ദേഹം എഴുതിയിരുന്നു പണ്ട്. അത് മന്ദാരമണമുള്ള കാറ്റ് എന്ന് പറയുന്ന പാട്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നത് അത് ഒരു അച്ഛൻ്റെ സിനിമയിൽ മകൻ എഴുതിയ പാട്ടെന്ന് കണക്കാക്കിയാൽ മതി. ആദ്യമായിട്ട് എഴുതിയത് സായന്തനം നിഴൽ വീശിയില്ല. ആ പാട്ടിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ട് വഴിയോരത്തിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ പാട്ടുണ്ടായത്, ആ പാട്ട് എഴുതി, ആ പാട്ട് സമർപ്പിച്ചപ്പോൾ എങ്ങനെയാണ്, ആ പാട്ട് എന്തുകൊണ്ടാണ്
സായന്തനം നിഴൽ വീശിയില്ല എന്ന് എഴുതാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ കാണുക. സമയം കിട്ടുമെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയാം. 24-ാമത്തെ പാട്ട് ദേശാടനക്കിളി കരയാറില്ല. വളരെ പ്രസിദ്ധമായ സിനിമയാണ്. 1986 വന്നു. ONV രവീന്ദ്രൻ മാസ്റ്റർ, SP വെങ്കടേഷിൻ്റെ പശ്ചാത്തല സംഗീതം. അതിൽ വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി എന്നുള്ള പാട്ട് അതിലെ പാട്ടാണ്. അതുപോലെ പൂവേണോ എന്നുള്ള പാട്ട്, 2 പാട്ട് അതിലെ പ്രധാനപ്പെട്ട പാട്ടുകൾ. 28-ാമത്തെ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എല്ലാവരും കണ്ട സിനിമയായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ. ONV സാറും ദേവരാജൻ മാസ്റ്ററും ONV സാറും ജോൺസൺ മാസ്റ്ററും. അതിൽ പവിഴം പോൽ പവിഴാധരം പോൽ എന്നുള്ള പാട്ട്, ആകാശമാകെ എന്ന പാട്ട്. 29-ാമത്തെ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട എന്ന് വെച്ചാൽ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ട സിനിമയല്ല. 30-ാമത്തെ സിനിമ, അതിലെ പാട്ടുകൾ തൂവാനത്തുമ്പികൾ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മേഘം പൂത്തു തുടങ്ങി, 1-ാം രാഗം പാടി. ഈ 2 പാട്ടുകളും ഉണ്ടായതിന് പിന്നിലൊരു സർപ്രൈസ് ഉണ്ട്, ഒരു വലിയ വിസ്മയമുണ്ട്. സമയം കിട്ടുമെങ്കിൽ ഞാനത് പറയാം. അത് അങ്ങനെയും പാട്ടുണ്ടാകുമോ എന്ന് തോന്നത്തക്ക തരത്തിലുള്ള ഒരു വിസ്മയം അതിലുണ്ട്. ഒരു ചെറിയ പിണക്കത്തിൻ്റെ കഥയുണ്ട്. ആ പാട്ട്, ആദ്യത്തെ പാട്ടുകൾ മാറ്റിയതിൻ്റെ കഥയുണ്ട്. സമയം കിട്ടിയാൽ ഞാനത് പറയാം. പിന്നീട് 3-ാം പക്കം, 32-ാമത്തെ സിനിമ. 3-ാം പക്കത്തിൽ പ്രധാനപ്പെട്ട 2 പാട്ടുണ്ട്. അതിലൊരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. താമരക്കിളി പാടുന്നു തൈതൈതകതോ എന്ന് പറയുന്ന പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. G വേണുഗോപാലിന് സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ട് ഉണരുമീ ഗാനം എന്ന പാട്ടും അതിലേതാണ്. ഇളയരാജ സാറിൻ്റെ മ്യൂസിക്, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ രചന. തൂവാനത്തുമ്പിയിലും ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു. പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് അദ്ദേഹമായിരുന്നു സംഗീത സംവിധാനം. മോഹൻ സിതാരയുടെ ഓർക്കസ്ട്രേഷൻ. 34-ാമത്തെ സിനിമ ഇന്നലെ. കൈതപ്രം സാറായിരുന്നു രചന, പെരുമ്പാവൂർ സാറിൻ്റെ സംഗീതം. 2 പ്രധാനപ്പെട്ട പാട്ടുകൾ. നീ വിൺ പൂ പോൽ എന്നുള്ള പാട്ട്. ആ പാട്ടിനോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ആ പാട്ടിൻ്റെ കഥ, ആ പാട്ടുണ്ടായതിനെ സംബന്ധിച്ചൊരു കഥ പറഞ്ഞു. ആ കഥയാണ് ആദ്യമായി വൈറലാകുന്നത്, മുറിച്ചിട്ടിട്ട് വൈറലാകുന്നത്. നീ വിൺ പൂ പോൽ. അതൊരു രസകരമായ കഥയാണ്. ആ കഥ പറ്റുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ പറയാം. അതുപോലെ കണ്ണിൽ നിൻമെയ്യിൽ ഓർമ്മപ്പൂവിൽ എന്ന് പറയുന്ന പാട്ട്. അവസാനത്തെ സിനിമ, 36-ാമത്തെ സിനിമ ഞാൻ ഗന്ധർവൻ. 1991 ജനുവരിയിൽ വന്ന സിനിമ ഞാൻ ഗന്ധർവൻ. 3 പ്രധാനപ്പെട്ട പാട്ടുകൾ. ഒന്ന് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് കൈതപ്രം സാറിൻ്റെ രചന, ജോൺസൺ മാസ്റ്ററിൻ്റെ സംഗീതം. അതിൽ 2-ാമത്തെ പാട്ട് ദേവി ആത്മരാഗമേകാൻ എന്നുള്ള പാട്ട്. 3-ാമത്തെ പാട്ട് ചിത്ര ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ എന്നുള്ള പാട്ട്.